നമസ്കാരം. തിരുവനന്തപുരം കവടിയാറിൽ കാർ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ ദാരുണമായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന പാലക്കാട് സ്വദേശിയായ യുവാവും മരണത്തിന് കീഴടങ്ങിയതോടെ ഒരു നാട് മുഴുവൻ കണ്ണീരിലായിരിക്കുകയാണ്. പാലക്കാട് കൊടുവായൂർ പീട്ടുപീടിക കുരുടൻകുളുമ്പിൽ നിജാമുദ്ദീന്റെയും ഖദീജയുടെയും മകൻ ആഷിഖ് സാനുവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ചത്. അപകട ദിവസം തന്നെ ആഷിഖിന്റെ ഭാര്യ നൌഷിജ മരണപ്പെട്ടിരുന്നു. ഇതോടെ പുതിയ ജീവിതത്തിന്റെ വലിയ സ്വപ്നങ്ങളുമായി മധുവിധ യാത്രയ്ക്കിറങ്ങിയ നവദമ്പതികളുടെ ജീവനാണ് ദാരുണമായ വാഹനാപകടം കവർന്നത്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ 6:30 ആഷിഖിന്റെ മരണം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ മരണത്തോട് പോരാടുകയായിരുന്നു യുവാവ്. കഴിഞ്ഞ ദിവസം ആഷിഖിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഭാര്യ നൌഷിജയുടെ മരണവിവരം അറിയാതെയായിരുന്നു ആഷിഖിന്റെ അവസാന നിമിഷങ്ങൾ എന്നത് ഈ ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 8 രാവിലെയാണ് കവടിയാർ കുറവൻകോണം റോഡിൽ വെച്ച് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത്. റോഡിലൂടെ നിയന്ത്രണം വിട്ടു പാഞ്ഞെത്തിയ കാർ നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന ആഷിഖിന്റെയും നൌഷിജയുടെയും മേലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ ഇരുവർക്കും ഗുരുതരമായി പരുക്കേറ്റു. അപകടം നടന്ന ഉടൻ തന്നെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ നൌഷിജ അപകട ദിവസം തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പൊൽപ്പുള്ളി വേർക്കോലി സ്വദേശിനിയായ നൌഷിജയും ആഷിഖും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ മാർച്ച് 28 നടന്നത്. വിവാഹം കഴിഞ്ഞ അധിക ദിവസമാകുന്നതിന് മുൻപാണ് ഇരുവരും തിരുവനന്തപുരത്തേക്ക് മധുവിധി യാത്രയ്ക്കായി എത്തിയത്. എന്നാൽ ഈ സന്തോഷയാത്ര ഇരുവരുടെയും ജീവിതത്തിലെ അവസാനത്തെ യാത്രയായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. ദുബായിൽ ജോലി ചെയ്യുകയായിരുന്ന ആഷിഖ് വിവാഹത്തിനായാണ് നാട്ടിലെത്തിയത്. അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങാൻ നിശ്ചയിച്ചിരുന്ന അതേ ദിവസം തന്നെയാണ് ആഷിഖ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അപകട വിവരം അറിഞ്ഞത് മുതൽ പ്രാർത്ഥനകളോടെ കഴിഞ്ഞിരുന്ന കുടുംബാംഗങ്ങൾക്ക് താങ്ങാനാവാത്ത ആഘാതമാണ് ആഷിഖിന്റെ വിയോഗം സമ്മാനിച്ചത്. അപകടത്തിൽ ഇരുവർക്കും പരിക്കേറ്റു എന്ന വിവരം മാത്രമാണ് ആദ്യഘട്ടത്തിൽ നാട്ടിലുള്ള ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. എന്നാൽ വൈകാതെ തന്നെ നൌഷിജയുടെ മരണവാർത്ത നാട്ടിലെത്തി. തുടർന്ന് ആഷിഖിന്റെ ജീവനെങ്കിലും തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കൊടുവായൂരിലെ ജനങ്ങൾ. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ആഷിഖും യാത്രയായി. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങും മുൻപേ വിധി കവർന്ന ഈ യുവദമ്പതികളുടെ വേർപാട് കൊടുവായൂർ ഗ്രാമത്തിന് തീരാവേദനയായി മാറി. മരണാനന്തര ചടങ്ങുകൾക്കായി ആഷിഖിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കൊടുവായൂർ ഹനഫി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ആഷിഖിന്റെ ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. അജ്മലാണ് മരണപ്പെട്ട ആഷിഖിന്റെ സഹോദരൻ. എന്തായാലും നാടിനെ നടുക്കിയ ഒരു ദുഃഖകരമായ വാർത്തയായിരുന്നു മധുവിധു യാത്രക്കിടയിലെ അപകടം. ഏറ്റവും ഒടുക്കം തൻ്റെ പ്രിയതമ മരണപ്പെട്ടു എന്ന വാർത്ത പോലും അറിയാതെയാണ് ആഷിഖ് മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പ്രാർത്ഥനയോടെ കാത്തിരുന്നത് വിഫലമായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്.